നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. അപ്പൊ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ദേശീയ ഗാനത്തെ പറ്റിയാണ്, നമ്മുടെ നാഷണൽ ആന്തത്തെ പറ്റി. PSCയുടെ ഏത് പരീക്ഷയായാലും നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതായത് പ്രിലിംസിന്റെ ടോപ്പിക്, മെയിൻസിനും ഉൾപ്പെടുന്ന ടോപ്പിക്കാണ് ഈ ദേശീയ ഗാനം. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ പഠിക്കുമ്പോൾ ദേശീയ ചിഹ്നങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയ ഗീതം മുതലായവയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിക്കുകയും ചെയ്യും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോവാം. സ്വാഗതം. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ദേശീയ ഗാനവും ഉണ്ട്, ദേശീയ ഗീതവും ഉണ്ട്. അത് തമ്മിൽ ചിലർക്ക് മാറിപ്പോവാറുണ്ട്. അപ്പൊ അതെങ്ങനെ മാറിപ്പോവാതെ ഓർക്കാം? ദേശീയ ഗാനം, നാഷണൽ ആന്തം, ജനഗണമനയല്ലേ? അപ്പൊ ദേശീയ ഗാനം എന്നുള്ളതിൽ തന്നെ ഗായും ന്യായും, ജനഗണമനയിലും ഗായും ന്യായും ഉണ്ടല്ലോ. വന്ദേ മാതരത്തിൽ അതില്ല. അപ്പൊ ദേശീയ ഗാനം ജനഗണമനയാന്ന് അങ്ങനെ തന്നെ ഓർത്തൂടെ? അപ്പൊ നാഷണൽ ആന്തം, ദേശീയ ഗാനം ഏതാണ്? ജനഗണമനയാണ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചതാരാ? വിശ്വമഹാകവിയായ രവീന്ദ്രനാഥ ടാഗോർ ആണ് ജനഗണമന രചിച്ചത്. ജനഗണമന ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടത് എവിടെയാണ്? മഹർഷി ദേവേന്ദ്രനാഥ ടാഗോർ നേതൃത്വം നൽകിയ ബ്രഹ്മസമാജ വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണമായ തത്വബോധിനി പത്രികയിൽ 1912 ഭാരത് വിധാത എന്ന പേരിലാണ് നമ്മുടെ ദേശീയ ഗാനം ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അപ്പൊ മഹർഷി ദേവേന്ദ്രനാഥ ടാഗോർ നേതൃത്വം നൽകിയ ബ്രഹ്മസമാജ വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണമായ തത്വബോധിനി പത്രികയിൽ 1912 ഭാരത് വിധാത എന്ന പേരിലാണ് ജനഗണമന, നമ്മുടെ ദേശീയ ഗാനം എന്ത് ചെയ്തത്? ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. അപ്പൊ നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന അടങ്ങിയിരിക്കുന്ന രവീന്ദ്രനാഥ ടാഗോറിന്റെ പദ്യം ഏതാണ്? ഭാരത് ഭാഗ്യോ വിധാത. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന അടങ്ങിയിരിക്കുന്ന രവീന്ദ്രനാഥ ടാഗോറിന്റെ പദ്യം ഏതാണ്? ഭാരത് ഭാഗ്യോ വിധാതയാണ്. ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ? ടാഗോറിനെ പറ്റി ഓർക്കാം. ഇത് ആദ്യം പ്രസിദ്ധീകരിച്ച പത്രിക ഏതാണെന്ന് ഓർക്കുക. തത്വബോധിനി പത്രിക. വർഷം ഓർക്കുക, 1912. ഏത് പേരിൽ? ഭാരത് വിധാത എന്ന പേരിൽ ജനഗണമന അടങ്ങിയിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ പദ്യം ഏതാണ്? ഭാരത് ഭാഗ്യോ വിധാത. ഓക്കെ, ഇനി ഈ ജനഗണമനയുടെ പദ്യത്തില്, ഈ ഭാരത് ഭാഗ്യോ വിധാത പദ്യത്തിൽ 5 ചരണങ്ങളാണുള്ളത്. അതിലെ ആദ്യത്തെ ചരണമാണ് ദേശീയ ഗാനമായിട്ട് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ ചരണമാണ് എന്തായിട്ട് എടുത്തിരിക്കുന്നത്? ദേശീയ ഗാനമായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയിൽ എത്ര ജയുണ്ട്? 10 ജയ. 10 ജയാണ് ജനഗണമനയിൽ ഉള്ളത്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പോയിന്റ്സ് ആണ്, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. എത്ര ജയുണ്ട്? 10 ജയാണ് ഉള്ളത്. ഇനി PSC 1 മാർക്ക് ചോദ്യം. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന അംഗീകരിച്ചത്, ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി മാസം 24. ഇപ്പൊ തന്നെ പഠിക്കാം. 1950 ജനുവരി മാസം 24. 1950 ജനുവരി മാസം 24 തന്നെയാണ് ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത്. ദേശീയ ഗാനമായ ജനഗണമനയും ദേശീയ ഗീതമായ വന്ദേ മാതരവും അംഗീകരിച്ച ഡേറ്റ്, സെയിം ഡേറ്റ്, 1950 ജനുവരി മാസം 24. ദേശീയ ഗാനങ്ങളെ പറ്റിയുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആന്തമെറ്റോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. സ്റ്റഡി ഓഫ് നാഷണൽ ആന്തംസ് ഈസ് നോൺ ആസ് ആന്തമെറ്റോളജി. 5 ചരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ ചരണമാണ് ദേശീയ ഗാനമായിട്ട് എടുത്തിട്ടുള്ളതെന്നും പറഞ്ഞു. ഓക്കെ, ഇനി രവീന്ദ്രനാഥ ടാഗോർ ദേശീയ ഗാനം രചിച്ചത് ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിലാണ് രചിച്ചത്. ഏത് ഭാഷയിലാണ്? വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്, ബംഗാളി ഭാഷ. PSC 1 മാർക്ക് ചോദ്യം. ബംഗാളി ഭാഷയിലാണ് ജനഗണമന രചിച്ചത്. പക്ഷെ അതിന്റെ ഹിന്ദി പതിപ്പാണ് പ്രചാരത്തിൽ ഉള്ളത്. ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരൊക്കെയാണ് വരുന്നുണ്ട് പറയാം. അപ്പൊ ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ഇപ്പോ നമ്മൾ ആലപിക്കുന്ന ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ആരാണ്? ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ആണ്. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത്. ഏത് രാഗം? ശങ്കരാഭരണം. ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ്?
ശങ്കരാഭരണം എന്ന രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി ജനഗണമന ആലപിക്കാൻ വേണ്ട സമയം, PSC 1 മാർക്ക് ചോദ്യം. ജനഗണമന ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡ് ആണ്. എത്രയാണ്? 52 സെക്കൻഡ്. ഇത് സാധാരണ രീതിയിലുള്ള ടൈമാണ്. ഇനി ജനഗണമനയുടെ ഷോർട്ട് വേർഷൻ ഉണ്ട്, ഹ്രസ്വരൂപം അല്ലെങ്കിൽ സംക്ഷിപ്ത രൂപം എന്നൊക്കെ പറയും. ഈ സംക്ഷിപ്ത രൂപത്തില് ആദ്യത്തെയും അവസാനത്തെയും വരി മാത്രമേ ഉള്ളൂ. ആദ്യത്തെയും അവസാനത്തെയും വരികൾ അടങ്ങുന്ന ഹ്രസ്വരൂപം അല്ലെങ്കിൽ ഷോർട്ട് വേർഷൻ അല്ലെങ്കിൽ സംക്ഷിപ്ത രൂപം ആലപിക്കാൻ എത്ര സമയം വേണം? 20 സെക്കൻഡ് ആണ് വേണ്ടത്. എത്ര സമയം വേണ്ടത്? 20 സെക്കൻഡ്. അപ്പൊ ജനഗണമന ആലപിക്കാൻ 52 സെക്കൻഡും ജനഗണമനയുടെ ഹ്രസ്വരൂപം ആലപിക്കാൻ 20 സെക്കൻഡുമാണ് വേണ്ടതെന്ന് ഓർക്കുക. ഇനി ജനഗണമന ആദ്യമായി ആലപിച്ചത് എവിടെയാണ്? ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിൽ 1911 ഡിസംബർ മാസം 27-നാണ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത്. അപ്പൊ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് PSC 1 മാർക്ക് ചോദ്യം 1911 ഡിസംബർ മാസം 27-ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനം. അത് കൽക്കത്തയിൽ ഇന്ത്യൻ അസോസിയേഷന്റെ ബിൽഡിങ്ങിൽ വെച്ചിട്ടാണ്. കൽക്കത്തയിൽ ഇന്ത്യൻ അസോസിയേഷന്റെ ബിൽഡിംഗ്, അതായത് ഭാരത് സഭ എന്നാണ് അറിയപ്പെടുന്നത്, അവിടെ വെച്ചിട്ട് 1911 ഡിസംബർ മാസം 27 നടന്ന INC കൽക്കത്ത സമ്മേളനത്തിൽ ആലപിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോറിന്റെ അനന്തരവളായ സരളാദേവി ചൗധരാണി. രവീന്ദ്രനാഥ ടാഗോറിന്റെ അനന്തരവളായ സരളാദേവി ചൗധരാണിയാണ് ആലപിച്ചത്. ഓക്കെ, ഇത്രയും ഇപ്പൊ തന്നെ പഠിച്ചു പോയില്ലേ? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മുടെ ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയാന്ന് പറഞ്ഞു. അത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ആര്? ടാഗോർ തന്നെയാണ്. അതിന് വേറെ ആരുടെ പേര് പഠിക്കേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ഇപ്പൊ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന ഗാനത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? "തോ ആർട്ട് ദ റൂളർ ഓഫ് ദ മൈൻഡ്സ് ഓഫ് ഓൾ പീപ്പിൾ" എന്ന് ആരംഭിക്കുന്ന മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് ജനഗണമന ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? "തോ ആർട്ട് ദ റൂളർ ഓഫ് ദ മൈൻഡ്സ് ഓഫ് ഓൾ പീപ്പിൾ" എന്നത് ജനഗണമനയുടെ ഇംഗ്ലീഷ് വേർഷൻ ആണ്. ട്രാൻസ്ലേറ്റ് ചെയ്ത ടാഗോർ ആണ്. ഇദ്ദേഹത്തെ ഇംഗ്ലീഷ് പരിഭാഷയിലേക്ക് മാറ്റാൻ, ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ സഹായിച്ചതാര്? മാർഗരറ്റ് കസിൻസ് ആണ് സഹായിച്ചത്. മാർഗരറ്റ് കസിൻസ് ആണ് സഹായിച്ചത്, ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്താൻ സഹായിച്ചത്. രവീന്ദ്രനാഥ ടാഗോർ എവിടെ വെച്ചിട്ടാണ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത്? ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളിയിൽ വെച്ചിട്ടാണ്. ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളിയിൽ വെച്ചിട്ടാണ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഇനി ജനഗണമന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ്. കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ് മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഇപ്പൊ പ്രചരിക്കുന്നത് ഹിന്ദി ഭാഷയാന്ന് പറഞ്ഞു. ഹിന്ദി ഭാഷയിലേക്കും ഉറുദു ഭാഷയിലേക്കും പരിഭാഷപ്പെടുത്തിയത് ആബിദ് അലിയാണ്. ഹിന്ദി ഭാഷയിലേക്കും ഉറുദു ഭാഷയിലേക്കും പരിഭാഷപ്പെടുത്തിയത് ആരാ? ആബിദ് അലി. ആബിദ് അലിയാണ് പരിഭാഷപ്പെടുത്തിയത്. ഇനി ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമാണ് അമർ സോനാർ ബംഗ്ല. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ലയും രചിച്ചത് ആര് തന്നെയാണ്? ടാഗോർ തന്നെയാണ് രചിച്ചത്. അമർ സോനാർ ബംഗ്ല എപ്പോഴാണ് രവീന്ദ്രനാഥ ടാഗോർ രചിച്ചത്? 1905 ബംഗാൾ വിഭജന കാലത്താണ്. അപ്പൊ 1905 ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള സമരങ്ങൾക്ക് ഉത്തേജനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് രവീന്ദ്രനാഥ ടാഗോർ അമർ സോനാർ ബംഗ്ല എന്ന ഗാനം രചിച്ചത്. ഈ ഗാനമാണ് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായിട്ട് എടുത്തിരിക്കുന്നത്, ഓർക്കുക. ഇനി നമ്മുടെ സിനിമാ തിയേറ്ററുകളില് ദേശീയ ഗാനം അല്ലെങ്കിൽ ജനഗണമന കേൾപ്പിക്കുമായിരുന്നില്ലേ? അപ്പൊ ഈ സിനിമാ തിയേറ്ററുകളിൽ ദേശീയ ഗാനം കേൾപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അവലോകനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ തലവൻ ആരാണ്? BR ശർമ്മയാണ്. BR ശർമ്മയാണ് സിനിമാ തിയേറ്ററുകളിൽ ദേശീയ ഗാനം ആലപിക്കുന്ന അല്ലെങ്കിൽ ദേശീയ ഗാനം കേൾപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അവലോകനം ചെയ്യാൻ വേണ്ടി നിയമിച്ച കമ്മിറ്റിയുടെ തലവനാണ് BR ശർമ്മ. അതിനൊരു കേസും ഉണ്ടായിരുന്നു. അതായത് സിനിമാ തിയേറ്ററുകളിൽ ദേശീയ ഗാനം കേൾപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് ഏതാണ്? ശ്യാം നാരായൺ ചൗക്സി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ.
ശ്യാം നാരായൺ ചൗക്സി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസാണ് ഉണ്ടായിരുന്നത്. അതായത് ഏതാണ് സിനിമാ തിയേറ്ററിൽ ദേശീയ ഗാനവുമായിട്ട് ബന്ധപ്പെട്ട കേസ് ഏതാണ് എന്ന് ചോദിച്ചാൽ ശ്യാം നാരായൺ ചൗക്സി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസാണ്. ഇനി 1943 ആസാദ് ഹിന്ദ് ഫൗജ് ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് ഖ്വാമി തരാനയാണ്. 1943 ആസാദ് ഹിന്ദ് ഫൗജ് ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് ഖ്വാമി തരാന, അതായത് ശുഭ് സുഖ് ചെയിൻ അല്ലെങ്കിൽ ഖ്വാമി തരാനയാണ് ആസാദ് ഹിന്ദ് ഫൗജ് ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്. വർഷം 1943. ഇത്രയേ ഉള്ളൂ ദേശീയ ഗാനത്തെ പറ്റി മാക്സിമം ചോദിക്കാനുള്ള പോയിന്റ്സ്. എല്ലാം കവർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്, പിന്നെ മലയാളത്തിലേക്കാര്, ഹിന്ദിയിലേക്കാര്, ഉറുദുവിലേക്കാര്, അതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ദേശീയ ഗാനത്തെ പറ്റി നിങ്ങൾ ഇത്രയും അറിഞ്ഞിരിക്കണം. എന്നാൽ PSC ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടും. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിയിരിക്കേണ്ട ചോദ്യങ്ങൾ ബംഗാളി ഭാഷയിലാണ് രചിച്ചതെന്നും രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണെന്നും ദേശീയ ഗാനം ജനഗണമനയാണെന്നും 1950 ജനുവരി 24 അംഗീകരിച്ചതെന്നും പിന്നെ 52 സെക്കൻഡ് ആണ് ആലപിക്കാൻ വേണ്ട സമയമെന്നും 20 സെക്കൻഡ് ആണ് ഹ്രസ്വരൂപം ആലപിക്കാൻ വേണ്ട സമയമെന്നും ആദ്യമായി ആലപിച്ച സമ്മേളനം INC സമ്മേളനം 1911 ഡിസംബർ 27 കൽക്കത്ത സമ്മേളനമാണെന്നും ഉള്ള കാര്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ക്ലാസ്. നന്നായിട്ട് തന്നെ പഠിക്കാം. ഇനി എല്ലാ ക്ലാസ്സുകളും പുറകെ വരുന്നതായിരിക്കും. അതെല്ലാം കണ്ട് നന്നായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.